ഹായ്, ഇത് ഇലക്ട്രോ കെമിസ്ട്രി വണ്ടിയുടെ തേർഡ് എപ്പിസോഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് ഓസ്വാൾഡ് ഡയലൂഷൻ ലോ. വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് ഇത്. ഓസ്വാൾഡ് ഡയലൂഷൻ ലോ എന്താണ് നോക്കാം. ഓസ്വാൾഡ് ഡയലൂഷൻ ലോ പറഞ്ഞാൽ അതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. അത് ഡിറൈവ് ചെയ്തത് ആരാണ്? ഓസ്വാൾഡ് ആണ്. എങ്ങനെ ഡിറൈവ് ചെയ്ത് വെച്ചാൽ അത് ഇലക്ട്രോലൈറ്റിക് സിസ്റ്റത്തിലേക്ക് എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്തിട്ടാണ് ഈ ലോ ഡിറൈവ് ചെയ്തത്. ഒന്നുകൂടി പറയാം. ഓസ്വാൾഡ് ഡയലൂഷൻ ലോ എന്ന് പറഞ്ഞാൽ അത് ഓസ്വാൾഡ് ആണ് ഡിറൈവ് ചെയ്തത്. അതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. എങ്ങനെ ഡിറൈവ് ചെയ്തത്? അത് ഇലക്ട്രോലൈറ്റിക് സിസ്റ്റത്തിലേക്ക് എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്തിട്ടാണ് ഡിറൈവ് ചെയ്തത്. നമുക്ക് നോക്കാം. ഒരു ഇലക്ട്രോലൈറ്റിക് സിസ്റ്റം ഇവിടെ ബി എ എടുക്കാം. ബി എ ആണ് ഇവിടെ ഇലക്ട്രോലൈറ്റിക് സിസ്റ്റമായിട്ട് എടുത്തത്. അപ്പൊ ബി എ എന്താകും? ഡിസോസിയേറ്റ് ചെയ്യും. ഏതൊക്കെയാണ്? ബി പ്ലസും എ മൈനസും ആണ്. അപ്പോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ സമയത്ത് ബി എന്റെ കോൺസെൻട്രേഷൻ നമ്മൾ സി ആയി എടുക്കുക. അപ്പോ ബി പ്ലസിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ആദ്യം ഒന്നും അനലൈസ് ആവില്ലല്ലോ. ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ ബി എന് മാത്രമായിരിക്കും കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഇതിൽ എന്തായാലും അനലൈസ് ആവില്ല. അതുകൊണ്ട് ഇതിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. പിന്നെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ സമയത്ത് ബി എന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവുകയും സി ടു 1 മൈനസ് ആണ്. ബിന്റെ കോൺസെൻട്രേഷൻ സി ആൽഫ ആയി മാറും. എന്റെ കോൺസെൻട്രേഷൻ സി ആൽഫ ആയി മാറും. ആൽഫ ആണ് എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോ കെമിക്കൽ ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കെന്റെ വാല്യൂ എന്തായി മാറും? കെ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ. പ്രൊഡക്റ്റ് ഏതാണ്? സി ആൽഫ സി ആൽഫ. അപ്പോ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, അതായത് സി ഇൻറ്റു 1 മൈനസ് ആൽഫ. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ. അപ്പൊ നമുക്ക് എന്താക്കാം? സിയും സിയും കട്ട് ചെയ്യും. സിയും സിയും കട്ട് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. ഫോർ എ വീക്ക് ഇലക്ട്രോലൈറ്റ്, നമ്മൾ ഇവിടെ വീക്ക് ഇലക്ട്രോലൈറ്റ് എടുക്കുക. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ എന്താ ഉപയോഗിക്കുക? ആൽഫ ഈസ് വെരി വെരി ലെസ് ദാൻ 1. 1 വെരി വെരി ലെസ് ദാൻ എന്ത്? ആൽഫ. അപ്പൊ എന്ത് കിട്ടും? സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. ആൽഫ 1 വെരി വെരി ലെസ്. അപ്പൊ 0 ആയി മനസ്സിലായി. സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് 0. അപ്പൊ എന്ത് കിട്ടും? സി ആൽഫ സ്ക്വയർ ആയി ആൻസർ കിട്ടും. അപ്പൊ എന്താണ്? കെ ഈസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ. അപ്പൊ ആൽഫ എന്തായിരിക്കും? ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ സി. ആൽഫ എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ സി നെ നമുക്ക് കിട്ടി. അതാണ് നമ്മൾ ഈ ലോ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഇലക്ട്രോലൈറ്റിക് സിസ്റ്റത്തിലേക്ക് ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ഓസ്വാൾഡ് ഡയലൂഷൻ. ഇവിടെ ഇലക്ട്രോലൈറ്റിക് സിസ്റ്റം ആയിരിക്കുന്നത് ബി എ ആണ്. ഇലക്ട്രോലൈറ്റിക് സിസ്റ്റം അതിലേക്ക് എന്താണ്? കെമിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ അപ്ലൈ ചെയ്യുക. അതായത് കെ ആണ് കെമിക്കൽ ഇക്വിലിബ്രിയം. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. അപ്പൊ ഇതാണ് ഓസ്വാൾഡ് ഡയലൂഷൻ. കെ ഈസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ ആണ് ഓസ്വാൾഡ് ഡയലൂഷൻ ലോ പറയുന്നത്. ഞാൻ ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കാം. നമ്മൾ പഠിച്ചു എന്താണ് ഓസ്വാൾഡ് ഡയലൂഷൻ ലോ എന്താണ്? വീക്ക് ഇലക്ട്രോലൈറ്റിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയൂ. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അടുത്ത് നോക്കാൻ പോകുന്നത് ഓസ്വാൾഡ് ഡയലൂഷൻ ലോയുടെ ആപ്ലിക്കേഷൻ. ഫസ്റ്റ് ആപ്ലിക്കേഷൻ വരുന്നത് ഡിഗ്രി ഓഫ് അനലൈസേഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ബേസിന്റെ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പഠിച്ചത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ സി. അതിലെന്താണ്? ആ സെയിം ഇക്വേഷൻ ആണ് ഇവിടെ വരുന്നത്. റൂട്ട് ഓഫ് കെ ബി ബൈ സി. അതായത് കെ ബി ഈസ് ഈക്വൽ ടു അനലൈസേഷൻ കോൺസ്റ്റന്റ് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് നമുക്ക് എന്താക്കാം? ഡിഗ്രി ഓഫ് അനലൈസേഷൻ ഓഫ് വീക്ക് ആസിഡിന്റെയും ബേസിന്റെയും ഡിഗ്രി ഓഫ് അനലൈസേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് പി എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്തിന്റെ? വീക്ക് ആസിഡിന്റെയും വീക്ക് ബേസിന്റെയും ഒക്കെ സൊല്യൂഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസിന്റെ പി എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഏത് ഉപയോഗിച്ച്? ഓസ്വാൾഡ് ഡയലൂഷൻ ലോ ഉപയോഗിച്ച്. അതാണ് പി എച്ച് ഈക്വൽ ടു 14 മൈനസ് പി ഒ എച്ച്. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ആണ് കാൽക്കുലേഷൻ ഓഫ് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. വീക്ക് ആസിഡിന്റെയും വീക്ക് ബേസിന്റെയും അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്തായിരിക്കാം? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ പഠിച്ചു കെ ബി, അതാണ് അയണൈസേഷൻ കോൺസ്റ്റന്റ്. അപ്പോ അതിന്റെ എന്താണ് കാൽക്കുലേഷൻ നമുക്ക് എന്ത് ചെയ്യും? ഈ ഓസ്വാൾഡ് ഡയലൂഷൻ ലോ ഹെൽപ്പ് ചെയ്യും. അതാണ് ഇത് മൂന്നാണ് ഇതിന്റെ 3 ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. അടുത്താണ് പഠിക്കാൻ പോകുന്നത് ഡീബേ-ഹാപ്പൻ തിയറി ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. 2022 എസ്സേക്ക് ചോദിച്ച ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം.
അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഡീവേ ഹെക്ടേറ്റ് തിയറിയാണ് നോക്കാൻ പോകുന്നത്. അതിന്റെ പോസ്റ്റുലേറ്റ് നോക്കാം. പോസ്റ്റുലേറ്റ് പറയുന്നത് വെച്ചാൽ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അത് കംപ്ലീറ്റ്ലി അയണൈസ് ആവും. ഈവൻ ഇൻ സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ കൂടെയും അത് കംപ്ലീറ്റ്ലി അയണൈസ് ആവും. പക്ഷെ അതിന് മൊബൈൽ അതായത് മൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അതിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. ഒന്നുകൂടി നോക്കാം. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ അത് കംപ്ലീറ്റ്ലി അയണൈസ് ആയി മാറും. ഇവിടെ ഈ സോളിഡ് സ്റ്റേറ്റിന്റെ കേസിൽ പോലും അത് കംപ്ലീറ്റ്ലി അയണൈസ് ആയി മാറും. പക്ഷെ അതിന് മൊബൈൽ ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ തന്നെ അടുത്തടുത്തായി കൊണ്ടുപോകാം. അതിന് മൊബൈൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അതിന് കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, അതുകൊണ്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. അടുത്ത പോസ്റ്റിലേക്ക് പറയുന്നത് അത് ഡിസോൾവ് ഇൻ സോൾവെന്റ്. സോൾവെന്റിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അയോൺസിന് മൊബൈൽ ചെയ്യാൻ കഴിയും, അയോൺസിന് മൂവ് ചെയ്യാൻ കഴിയും. ഈ അയോൺസിന് എന്താണ് മൂവ് ചെയ്യാൻ കഴിയും. അപ്പൊ എന്തുകൊണ്ട് മൂവ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ സംഭവിക്കും. പിന്നെ അടുത്ത പറയുന്ന പോസ്റ്റിലേക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ അയോൺ ഓഫ് ഓപ്പോസിറ്റ് ചാർജ് ഡിറ്റർമിൻ ദ മൊബിലിറ്റി ഓഫ് അയോൺസ് ഇൻ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിലുള്ള അയോൺസിന്റെ മൊബിലിറ്റി എന്താണ് ഡിറ്റർമിൻ ചെയ്യുക? അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ അയോൺസ് ആണ്. നോക്കാം. നമുക്കൊരു NaCl എടുക്കാം. സൊല്യൂഷൻ എടുക്കുക. അപ്പൊ Na+Cl-1 ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ ആണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുക? മൊബിലിറ്റി ഓഫ് അയോൺ. ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ എന്താണ് അയോണിന്റെ മൊബിലിറ്റി ഉണ്ടാവില്ല. അയോണിന് അധികം മൂവ് ചെയ്യാൻ കഴിയില്ല. അതാണ് എനിക്ക് പറയുന്നത്. ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ കുറവാണെങ്കിൽ എന്താണ് അയോണിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയും. അതാണ് ഈ തേർഡ് പോസ്റ്റുലേറ്റ് പറയുന്നത്. ഈ തേർഡ് പോസ്റ്റുലേറ്റിന്റെ ഇതിലാണ് രണ്ട് എഫക്ട് നമ്മൾ പഠിക്കുന്നത്. അതാണ് റിലാക്സേഷൻ എഫക്ട് അഥവാ അസിമെട്രിക് എഫക്ട് ആണ് ഒരു എഫക്ട്. രണ്ടാമത്തെ എഫക്ട് ആണ് ഇലക്ട്രോഫോററ്റിക് എഫക്ട് എന്ന് പറയുന്നത്. അപ്പോ റിലാക്സേഷൻ എഫക്ട് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്താക്കുക? ആദ്യം ഒരു സിമെട്രിക് അയോണിക് അറ്റ്മോസ്ഫിയർ കൺസിഡർ ചെയ്യുക. അതിനെന്താ ഒരു സെന്ററിൽ ഒരു അയോൺ ഉണ്ടാവും, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറെ അയോൺസ് ഉണ്ടാവും. ഇതൊരു സിമെട്രി എന്ന രൂപത്തിലല്ല ഉള്ളത്. അതുകൊണ്ടാണ് സിമെട്രിക് അയോണിക് അറ്റ്മോസ്ഫിയർ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്തത്തോളം ഇത് സിമെട്രി ആയി നിലനിൽക്കും. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താവും? ഇതിന്റെ സിമെട്രി തെറ്റും. എന്താവും? ഈ പോസിറ്റീവ് ചാർജ് ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, ഈ നെഗറ്റീവ് ഒക്കെ വേറെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പൊ ഇതിന്റെ സിമെട്രി തെറ്റും. ഈ സിമെട്രി പഴയ പോലെ റീബിൽഡ് ചെയ്യാൻ കുറച്ച് ടൈം ലാഗ് എടുക്കും, അതായത് കുറച്ച് സമയം എടുക്കും റീബിൽഡ് ചെയ്യാൻ. അതിനാണ് എന്ത് പറയാ? റിലാക്സേഷൻ ടൈം. നോക്കാം. നമുക്ക് സെൻട്രൽ അയോൺ ടു റീബിൽഡ് ചെയ്യാൻ ന്യൂ സിമെട്രിക്കൽ അറ്റ്മോസ്ഫിയർ. ഈ സെൻട്രൽ അയോണിൽ ന്യൂ സിമെട്രിക്കൽ അറ്റ്മോസ്ഫിയർ റീബിൽഡ് ചെയ്യാൻ കുറച്ച് ടൈം ലാഗ് എടുക്കും. അതിനാണ് എന്ത് പറയാ? റിലാക്സേഷൻ ടൈം എന്ന് പറയും. ദി റിട്ടാർഡിംഗ് ഇൻഫ്ലുവൻസ് ഓൺ സ്പീഡ് ഓഫ് അയോൺ, അതായത് അയോണിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റിട്ടാർഡിംഗ് ഇൻഫ്ലുവൻസിനാണ് എന്ത് പറയാ? റിലാക്സേഷൻ എഫക്ട്. മനസ്സിലായോ? അടുത്താണ് ഇലക്ട്രോഫോററ്റിക് എഫക്ട്. അതിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ സെൻട്രൽ അയോണിന്റെ ചുറ്റുള്ള അയോൺസ് ഉണ്ടാവും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. സെൻട്രൽ അയോൺ എന്താണ് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ സെൻട്രൽ അയോൺ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, മറ്റേ ഓപ്പോസിറ്റ് ചാർജ് അയോൺ എന്താണ് വേറെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഈ അയോൺ മാത്രമല്ല, അവിടെ സോൾവെന്റ് മോളിക്യൂൾ, അവിടെ കുറെ മോളിക്യൂൾ ഉണ്ടാവും. ഈ ഇലക്ട്രോലൈറ്റിൽ കുറെ മോളിക്യൂൾ ഉണ്ടാവും. ആ മോളിക്യൂൾ എന്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് സെൻട്രൽ അയോൺ. സെൻട്രൽ അയോണിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഈ മോളിക്യൂളും മൂവ്, അതായത് സോൾവെന്റ് മോളിക്യൂളും മൂവ് ചെയ്യാൻ ഈ സെൻട്രൽ അയോണിന്റെ ഓപ്പോസിറ്റിലായിരിക്കും ഈ സോൾവെന്റ് മോളിക്യൂളും മൂവ് ചെയ്യുക. അപ്പൊ ഈ സെൻട്രൽ അയോണിന്റെ മോഷൻ ഒരു സ്ട്രീമിന്റെ അഗെയിൻസ്റ്റ് ആണ് അല്ലേ? ഏതൊക്കെയാണ് സ്ട്രീം? അതായത് അയോണിക് അറ്റ്മോസ്ഫിയർ ഒരു സ്ട്രീം, പിന്നെ സോൾവെന്റ് മോളിക്യൂൾ അത് ഒരു സ്ട്രീം. ഈ രണ്ട് സ്ട്രീമിന്റെ ഓപ്പോസിറ്റ് ആണ് സെൻട്രൽ അയോണിന്റെ മോഷൻ. അതുകൊണ്ട് തന്നെ എന്താണ് പിന്നെയും റിട്ടാർഡേഷൻ, ഒരു ഫർദർ റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത്. കാരണം ഇവിടെ സോൾവെന്റ് മോളിക്യൂളിന്റെ റിട്ടാർഡേഷൻ ഫോഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഒരു ഫർദർ റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിനാണ് എന്താ പറയാ? ഇലക്ട്രോഫോററ്റിക് എഫക്ട് പറയാം. അതായത് ദ അഡീഷണൽ റിട്ടാർഡിംഗ് ഇൻഫ്ലുവൻസ് ഓൺ ദ മോഷൻ ഓഫ് സെൻട്രൽ അയോൺ. സെൻട്രൽ അയോണിന്റെ മോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അഡീഷണൽ റിട്ടാർഡിംഗ് ഇൻഫ്ലുവൻസ്. അതിനാണ് എന്താ പറയാ? ഇലക്ട്രോഫോററ്റിക് എഫക്ട്. ഫോർത്ത് പോസ്റ്റുലേറ്റ് നോക്കുക. അതായത് മൊബിലിറ്റി ഓഫ് അയോൺ ഡിപെൻഡ് അപ്പോൺ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫേർഡ് ബൈ വിസ്കോസിറ്റി ഓഫ് മീഡിയം ആൻഡ് ടെമ്പറേച്ചർ. അതായത് അയോണിന്റെ മൊബിലിറ്റി എന്തിനൊക്കെ ഡിപെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപെൻഡ് ചെയ്യും, പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഡിപെൻഡ് ചെയ്യും ഓഫേർഡ് ബൈ വിസ്കോസിറ്റി ഓഫ് മീഡിയം. ഇതൊക്കെയാണ് എന്ത് പോസ്റ്റുലേറ്റ് വരുന്നത്. നേരത്തെ നമ്മൾ ഡീബേ ഹക്കലിന്റെ പോസ്റ്റുലേറ്റ് പഠിച്ചു.
ഞാൻ പോസ്റ്റുലേറ്റ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ആ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഡീബേ-ഹക്കൽ-ഒസ്നാൻഡർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് എന്ത് ആ ഇക്വേഷൻ. λ/Cm = λ/0m minus 82.4 by dT/1/2 eta plus 8.20 into 10⁵ by dT/1/2 into λ/0m into root c. ഈ ഇക്വേഷൻ ആണ് ഡീബേ-ഹക്കൽ-ഒസ്നാൻഡർ ഇക്വേഷൻ. λ/C(m) എന്താ മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് കോൺസെൻട്രേഷൻ C ആണ്. λ/0m എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് എന്താ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ. ഇൻഫിനിറ്റ് ഡയലൂഷനിലുള്ള കണ്ടക്ടിവിറ്റി ആണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ എന്താ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ടി എന്ന് നമുക്കറിയാം കെൽവിൻ ടെമ്പറേച്ചർ ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താണ് മോളാർ കോൺസെൻട്രേഷൻ ആണ്. ഈറ്റ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ആണ്. അപ്പൊ ഈ ഇക്വേഷൻ എന്താണ് കാണാതെ പഠിക്കാൻ. ഇത് ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ആണ്. 2021 ചോദിച്ച ചോദ്യമാണ്. പിന്നെ ഈ ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എങ്ങനെ? ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ഇല്ലേ, അപ്പൊ ഇതിന് എ കൊടുക്കുക. ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അതിന് ബി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. λ/0m minus a plus b λ/0m root c. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഡീബേ-ഹക്കൽ-ഒസ്നാൻഡർ ഇക്വേഷനെ എഴുതാം. അടുത്താണ് എന്ത് വെയിൻ എഫക്ട്. വെയിൻ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റിൽ നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഓഫ് ഓർഡർ 10⁵ വോൾട്ട് അത് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അവിടെ മോളാർ കണ്ടക്ടിവിറ്റി പോകും. മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ നേരത്തെ പഠിച്ചാണ് എന്ത് ഒരു മോളിന്റെ കണ്ടക്ടിവിറ്റി ആണ് എന്ത് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രോലൈറ്റിൽ ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. അത് എന്തുകൊണ്ടാണെന്ന് നോക്കുക. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഒരു സെൻട്രൽ അയോണിന്റെ ചുറ്റും അയോണിക് അറ്റ്മോസ്ഫിയർ ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ റിലാക്സേഷൻ ടൈം വേണം, ഒരു ടൈം വേണം. അതിനാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ അയോണിന്റെ സ്പീഡ് കൂടും അല്ലെ. അയോൺ ഹൈ സ്പീഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ഹൈ സ്പീഡ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ട് എന്താണ് അവിടെ എന്താണ് ഈ അയോണിക് അറ്റ്മോസ്ഫിയർ ഫോം ചെയ്യാൻ കഴിയും. കാരണം അയോൺ നല്ല സ്പീഡ് മൂവ് ചെയ്യാം. അപ്പൊ ഈ അയോണിക് അറ്റ്മോസ്ഫിയർ മൂവ് ചെയ്യാൻ കഴിയില്ല, ഫോം ചെയ്യാൻ കഴിയില്ല അവിടെ. അതുകൊണ്ട് തന്നെ എന്താണ് ഈ സെൻട്രൽ അയോണിന്റെ മൂവ്മെന്റിനെ ഈ അയോണിക് അറ്റ്മോസ്ഫിയറിന് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രതിരോധിക്കാൻ കഴിയില്ല, അതായത് സ്ലോ ഡൗൺ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സെൻട്രൽ അയോണിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതാണ് ഈ പോയിന്റ് പറയുന്നത്. അതായത് ഡ്യൂ ടു ഹൈ സ്പീഡ് ഓഫ് അയോൺ അറ്റ് വെരി ഹൈ ഇലക്ട്രിക് ഫീൽഡ്, ഹൈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് അയോണിന്റെ സ്പീഡ് ഹൈ ആയിരിക്കും. അതുകൊണ്ട് എന്താണ് there is no time for the formation of ionic atmosphere around the central ion. Ionic atmosphere ഫോം ചെയ്യാൻ കഴിയില്ല, കാരണം ഹൈ സ്പീഡ് ആയിരിക്കും എന്തിന് സെൻട്രൽ അയോൺ. അതുകൊണ്ട് തന്നെ എന്താണ് in the absence of ionic atmosphere ഇല്ലാത്തത് കൊണ്ട് എന്താണ് ഇത് സ്ലോ ഡൗൺ ചെയ്യാൻ കഴിയും, ഇതിന്റെ സ്പീഡിനെ സ്ലോ ഡൗൺ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എന്താണ് അയോണിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയും. ഈ കേസിൽ എന്തൊക്കെ ഇല്ല, അസിമെട്രിക് എഫക്റ്റും ഇല്ല, ഇലക്ട്രോഫോററ്റിക് എഫക്റ്റും ഇല്ല. കാരണം അസിമെട്രിക് എഫക്റ്റ് പറഞ്ഞാല് അയോണിന്റെ, അതായത് സെൻട്രൽ അയോണിന്റെ ചുറ്റുള്ള അയോണിന്റെ എഫക്റ്റ് ആണ് അസിമെട്രിക് എഫക്റ്റ്. അത് ഇങ്ങോട്ടേക്കായിരിക്കും ഡയറക്ഷൻ ഉണ്ടായിരുന്നത്. അതും ഇല്ല. പിന്നെ എന്താണ് മോളിക്യൂളിന്റെ സോളിഡ് മോളിക്യൂളിന്റെ എഫക്റ്റ് ആയ ഇലക്ട്രോഫോററ്റിക് എഫക്റ്റ് ഇതിലില്ല. ഈ അസിമെട്രിക് എഫക്റ്റും ഇലക്ട്രോഫോററ്റിക് എഫക്റ്റും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഇൻക്രീസിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റിൽ ഒരു ഇൻക്രീസിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അനുഭവപ്പെടും. കാരണം എന്താ ഈ രണ്ട് എഫക്റ്റും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി നോക്കാൻ പോകുന്നത് ഡീബേ-ഫാൽക്കൻഹാജൻ എഫക്റ്റ്. അപ്പൊ വീൻ എഫക്റ്റ് നമ്മൾ നോക്കിയാൽ എന്താ, അത് ഹൈ വോൾട്ടേജിലാണ് നമ്മൾ പറഞ്ഞത്. ഇത് നമ്മൾ പറയുന്നത് ഹൈ ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസി ഓഫ് AC is used of order 10⁵ MHz. അപ്പൊ അവിടെ ഇൻക്രീസിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്, അതിനാണ് പറയുക ഡീബേ-ഫാൽക്കൻഹാജൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താ നോക്കാം. എക്സ്പ്ലനേഷൻ പറയുന്നത് വെച്ചാൽ ഒരു അയോണിക് അറ്റ്മോസ്ഫിയറിന്റെ ഫോർമേഷനുകളിൽ കുറച്ച് സമയം മതി, എന്ത് ഓസിലേഷന് കുറച്ച് സമയം മതി എന്നാണ് ഡീബേ-ഫാൽക്കൻഹാജൻ എഫക്റ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അയോൺ പെട്ടെന്ന് ഡയറക്ഷൻ മാറും. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ അയോണിക് അറ്റ്മോസ്ഫിയറിന് അതിന് ചുറ്റും വരാൻ കഴിയില്ല.
അപ്പോൾ അയോൺ പെട്ടെന്ന് ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് അയോണിക് അറ്റ്മോസ്ഫിയറിന് അതിനുള്ളിൽ ചുറ്റും വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അയോൺ എന്താക്കാം, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. അതാണ് ടി ബൈ ഫാരഡേ എഫക്റ്റിൽ പറയുന്നത്.